ഒരു കത്രിക എന്തോ മറ്റോ ഒരു വയറ്റി കുടുങ്ങിയത്, ഒരു കത്രിക എന്തോ മറ്റോ വയറ്റി കുടുങ്ങിയത് എന്തൊരു ഇൻസെൻസിറ്റീവ് ആണ്, എന്തൊരു മനുഷ്യവിരുദ്ധ വർത്താനമാണത്. 5 വർഷം നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും അമ്മയുടെയോ പെങ്ങളുടെയോ വയറ്റി 5 വർഷം കത്രിക ആ വർത്താനം പറയൂ ആരെങ്കിലും? ശരി, ലോക നിലവാരത്തിലെ കേരള ആശുപത്രി, ലോക നിലവാരത്തിൽ കത്രികൾ വയറ്റിൽ പോകുന്ന കുഞ്ഞിന്റെ കൈ മുറിച്ച് കളയുന്ന ഈ പറയുന്ന നായയുടെ വില പോലും ഇല്ലല്ലോ അൻവർ സാദത്ത് എന്ന് പറഞ്ഞൊരു CPM കാരൻ മരിച്ചു പോകുന്ന ലോക നിലവാരത്തിലെ കേരളം സംബന്ധിച്ചു. ശ്രീ ഹാഷ്മി, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയേക്കാം. നിങ്ങളുടെ ചർച്ച ബഹിഷ്കരിക്കൊന്നുമില്ല. അതല്ല, എന്നെ പറയാൻ അനുവദിക്കത്തില്ലെങ്കിൽ തരാൻ പറ്റില്ല. കല്ലെടുത്തെറിഞ്ഞ് നെറ്റിപൊട്ടി ചോരയൊഴുകി അതിന് മാപ്പ് കൊടുത്തൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ എത്ര വരെയാകാം പ്രതിഷേധങ്ങൾ എന്ന അക്കാദമിക് ചർച്ചകൾക്കപ്പുറം ഏതോ PR ബുദ്ധി പറഞ്ഞു കൊടുത്ത പോലെ വീണ് കിട്ടിയ അവസരം അങ്ങേയറ്റം അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തെ ആകെ മൊത്തം മണ്ടന്മാരാക്കാൻ നോക്കിയ അധികാരവർഗ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ് മ്ലേച്ഛം ഗീബൽസിന് പഠിക്കലാണ്. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. നേരത്തെയും പറഞ്ഞാണ്, അധികാരത്തിന് ഒറ്റ ഭാഷ, കേന്ദ്രാധികാരത്തിനെതിരെ സമരം ചെയ്യുന്നവർ മാവോയിസ്റ്റുകൾ, അർബൻ നക്സലുകൾ, മാധ്യമങ്ങൾ, പ്രസ്റ്റിറ്റ്യൂട്ട്സ്. അത് സംസ്ഥാനത്തേക്ക് വന്നാൽ സമരം ചെയ്യുന്നവർ തെമ്മാടികൾ, ക്രിമിനൽ കൂട്ടങ്ങൾ, മാധ്യമങ്ങൾ, മാപ്രകൾ. ഡിക്റ്റോ ആണ് സ്വേച്ഛാധിപത്യത്തിന്റെ ധാർഷ്ട്യം നാറുന്ന കെട്ട ഭാഷ. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. യഥാർത്ഥത്തിൽ എന്തുണ്ടായി എന്നറിയാത്ത ക്ലാരിറ്റി ഇല്ലാത്ത ആദ്യ മണിക്കൂറുകളിൽ ഏതോ KSUക്കാർ കേരളത്തിന് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈപിടിച്ചൊടിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പട്ടാപ്പകൽ പച്ചക്കള്ളം പറഞ്ഞത് പോട്ടെ, 10 വോട്ടിന്റെ സ്കോപ്പ് നോക്കലാണ്. പക്ഷേ ഐഡിയലി രാഷ്ട്രീയാതീതമാകേണ്ട സഭാനാഥൻ കലാപങ്ങൾക്കും കുത്തിക്കൊലകൾക്കും കാരണമായേക്കാവുന്ന ഒരു പൊട്ടിത്തെറി അന്തരീക്ഷത്തിൽ ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കണ്ണിൽ കണ്ടു എന്ന മട്ടിൽ ബെഡായി അടിക്കാവോ? ദാ വരുന്ന SKN തമ്മിൽ ഷോയിൽ ആ കുട്ടിയുണ്ട്, ആയുഷ്കാലത്തേക്ക് കൈമുറിച്ചു കളഞ്ഞ പാലക്കാട്ടെ കുഞ്ഞ്. ആരോഗ്യമന്ത്രിയുടെ അജ്ഞാതമായ കഴുത്തുവേദന പോലെയല്ല, ആ പാവത്തിനെ കാണുമ്പോ ചങ്കു പറയുന്ന വേദനയാണ് ഈ പരാജയ സംവിധാനം മുറിച്ചു കളഞ്ഞ വലത്തെ കൈയടക്കം അണ്ടർ കാർപ്പറ്റിൽ താഴേക്ക് പൂഴ്ത്തി വെക്കാനാണ് ഈ അബച്ചർ ഡ്രാമയെങ്കിൽ അതൊക്കെ ഒന്ന് വാരി വിഴുങ്ങാൻ നാട് മൊത്തം മുണ്ണക്കൂട്ടങ്ങൾ വിധേയ പ്രജകളെന്നാണോ ധാരണ? രാഷ്ട്രീയ കേരളത്തിന്റെ തലയിൽ ഒന്നാം തരം തലച്ചോറാണ് മാഷെ, മാട്ടപ്പിണ്ണാക്കല്ല. സമരം എത്രത്തോളമാണ്, അതിൽ എന്തൊക്കെ വ്യാജങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയാം. പക്ഷേ ഈ ആരോഗ്യമന്ത്രി നാടകം വിളിക്കുന്നു, ആരോഗ്യമന്ത്രി അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രി നാടകമാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം ആവർത്തിച്ച് പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ വിപ്ലാഷ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ നാടകം എന്നൊക്കെ കളിയാക്കാവോ? അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്, അതിനോട് ഞങ്ങളൊക്കെ ഉണ്ട്. AM ഷംസീർ സ്പീക്കറും MV ഗോവിന്ദൻ പാർട്ടിയുടെ CPM സംസ്ഥാന സെക്രട്ടറിയും MV ജയരാജൻ അവിടുത്തെ മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകൻ, മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം. മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ സകല CPM നേതാക്കന്മാരും പറഞ്ഞതുപോലെ KSUക്കാർ ഈ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം ഇതുവരെ അവർക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. ഇനി ഈ പറഞ്ഞ പോലെ വിപ്ലാഷ് ഇഞ്ചുറി, എന്താണോ ആ പേര്, അതുപോലെയുള്ള ഇഞ്ചുറി ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ വെട്ടിത്തിരിഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. മുദ്രാവാക്യം കേൾക്കുമ്പോൾ ആരട വാടാന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ മുദ്രാവാക്യം കേട്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഭയങ്കരമായ ആള്. ഈ പറയുന്ന KSUക്കാർ MV എന്ന് പറയുന്ന പോലെ കഴുത്ത് പിരിച്ചൊടിച്ചെന്നോ ഒന്നോളം തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി തെളിവ് പുറത്ത് വരുന്നെങ്കിൽ പോരട്ടെ. എന്തായാലും പോലീസുകാർ ഒന്നും തന്നെ ഇടയ്ക്കാണെങ്കിലും ആരോഗ്യമന്ത്രി കഴുത്തിന് വേദനയുണ്ട്. ICU ചുമ്മാ അഡ്മിറ്റ് ആക്കോ? ICU അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ 4 മണിക്ക് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി. മന്ത്രി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെ ചികിത്സയിലാണെന്ന് തോന്നുന്നു. ഒരു വേദനയുണ്ട്. വേദന കളിയാക്കേണ്ട കാര്യം എന്താണ്? ഈ വേദന നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല, വേദന അനുഭവിക്കുന്ന ആൾക്കാരെയുള്ളൂ. അതുകൊണ്ട് വേദന ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാല അനുഭവങ്ങളിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഷുക്കൂർ വധക്കേസിലായിരുന്നു തോന്നുന്നു, P ജയരാജനും ബോധക്കേട് വന്നിട്ട് ആംബുലൻസിലായിരുന്നു പിന്നെ കുറെ കാലം യാത്ര, അല്ലേ? കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അപ്പൊ ഇവരുടെ വേദനയൊന്നും അളക്കാൻ പറ്റുന്ന മെഷീനൊന്നും നമുക്കില്ല, നമുക്കറിയില്ല. അവർ പറയുന്ന സത്യമാകട്ടെ, അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വിപ്ലാഷ് ഇഞ്ചുറി, താങ്കൾ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഈ ഇഞ്ചുറി MRI സ്കാൻ നടത്തി മെഡിക്കൽ ബുള്ളറ്റിനിൽ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പരിക്ക് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്നും കണ്ടെത്താൻ പറ്റില്ല. വേണ്ടാത്ത പണിയായി പോയി. പക്ഷെ ഇത്രയും ഗുരുതരമായിട്ടുള്ള, യാത്ര ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഗുരുതരമായിട്ടുള്ള ICUവിൽ കിടക്കേണ്ട രോഗി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് 4 മണിക്ക് അവിടുന്ന് ഇന്നോവ കാറിൽ 500 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തത്? വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഒരു എയർ ആംബുലൻസ് ഉപയോഗിക്കണ്ടേ? ഇവരെ കിടത്തിക്കൊണ്ടുപോകണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിടത്തിക്കൊണ്ടുപോയ മന്ത്രി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി കണ്ടെത്തിയതിനു ശേഷം ഈ തീരാവേദനയിൽ പെടയുന്നു എന്ന് CPM നേതാക്കന്മാർ വിലപിക്കുന്ന സമയത്ത് ഈ മന്ത്രി വെളുപ്പാങ്കാലത്ത് ആളുകൾ ആരും കാണാതെ ഇന്നോവ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് കള്ളമാണോ അഭിനയമാണോ എന്നുള്ള സംശയം ഉണ്ടാവും. സ്വാഭാവികം. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു സർജനാണ് AM ഷംസീർ, നോക്കി കണ്ടുപിടിക്കും. അതായത് കഴുത്തിൽ ഗുരുതരമായ പരിക്ക് കശേരുക്കൾക്കുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച ഷംസീറിന്റെ ഉപദേശപ്രകാരം മുഖ്യമന്ത്രി വിളിക്കുന്നു, വേദനയുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതുവരെ ഓർമ്മയില്ലാത്ത വേദന അപ്പം മന്ത്രിക്ക് വരുന്നു. വേദനയ്ക്ക് ശേഷം അവരെ പിന്നെ ആശുപത്രി കൊണ്ടുവന്നു, പിന്നെ സ്ട്രെച്ചറിൽ കിടത്തുന്നു, ICUവിൽ കിടത്തുന്നു. പിന്നെ ഇത് മൊത്തം വേറെ രീതിയിലായി. കലാപാഹ്വാനം നടത്തുന്നു, കലാപം നടക്കുന്നു, ബോംബേർ നടക്കുന്നു, വലിയ ബഹളം. മാത്രമേ കയ്യിലുള്ളൂങ്കിലും ഇതെല്ലാം കഴിഞ്ഞപ്പോ മന്ത്രിക്ക് ഗുരുതരമായ അവസ്ഥയാണെന്ന് പറയുന്നു. മന്ത്രിയുടെ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നഴ്സുമാർ
ചുറ്റും നിന്നിട്ട് സെൽഫി എടുത്ത് പുഞ്ചിരി പങ്കിടുന്നു. ഇതിനെല്ലാം ശേഷം ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മന്ത്രി. ഞാൻ വിചാരിച്ച ഈ മിന്നാരം സിനിമയിലെ ശോഭനയ്ക്ക് മരുന്നെത്തിക്കുന്നത് പോലെ അമേരിക്കയിൽ നിന്ന് വല്ല പ്രത്യേക മരുന്നെത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഗതികേടിൽ അത്രയും ഗുരുതരാവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കിടക്കുന്നു. ഇന്ന് വെളുപ്പിന് മന്ത്രിയെ കാണുന്നില്ല. ഒരു തലവണ അവിടെ ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചിട്ട് മന്ത്രി ഇന്നോവ കാറിൽ കയറി തെക്കോട്ട് പോയെന്ന് പറയാം. ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മന്ത്രി എവിടേക്കാ പോയതെന്ന് നമുക്കറിയോ? അപ്പൊ കാണാതായ മന്ത്രി ആഭ്യന്തര വകുപ്പ് കണ്ടുപിടിക്കണം. ഇത്രയും ഗുരുതരാവസ്ഥയിലായ മന്ത്രി എങ്ങോട്ട് പോയി? മന്ത്രിക്ക് ആരാണ് ഈ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുത്തത്? കേരളത്തിലെ ആശുപത്രിയിൽ വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്ന പദ്ധതി ഉണ്ടോ? അത് മറ്റാളുകൾക്ക് അനുവദനീയമാണോ? അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു രോഗി, യാത്ര അനുവദനീയമല്ലാത്ത ഒരു രോഗി കേരളത്തിലെ ആരോഗ്യ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇനി അല്ല, മന്ത്രി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അക്കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കണം. ഞാനിവിടെ കോൺഗ്രസിന്റെ പ്രതി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അങ്ങ് ഇവിടെ നടത്തിയ ആമുഖ പ്രഭാഷണം ഉണ്ടല്ലോ, കേരളത്തിലെ മാധ്യമ ലോകത്തിന് അപമാനമാണ്. അത് ആദ്യമേ പറയാതിരിക്കാൻ മാർഗമില്ല. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? അങ്ങയുടെ വാചകത്തിൽ പറഞ്ഞതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നാട്ടിലുള്ളവരെല്ലാം മൊണ്ണയല്ലെന്ന് പറയുന്ന വാചകം തന്നെയാണ് അതിന് പറ്റിയ മറുപടി. കേരളത്തിലുള്ളവരെല്ലാം മൊണ്ണകളല്ല. നിങ്ങളുടെ ചാനൽ ചർച്ച കേൾക്കുന്നവരും മൊണ്ണകളല്ല. ദയവായി ഇത്തരം പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നടത്തിയാണ് നല്ല മാധ്യമ പ്രവർത്തകരാവുക എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതാണ്. ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. രാഷ്ട്രീയ പക്ഷപാതിത്വമാകാം, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കലാകാം. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് ഒരു മാധ്യമത്തിന് ഉചിതമല്ല. അത് പാർട്ടി ചാനലുകൾക്ക് പോലും ഉചിതമല്ല. അപ്പോൾ പിന്നെ 24-നെ പോലെ പാർട്ടി ചാനലാണെന്ന് സ്വയം പ്രഖ്യാപിക്കാത്ത ചാനലുകൾക്ക് തീരെ പറ്റുന്നതല്ല. ഇവിടെ അങ്ങ് നടത്തിയിട്ടുള്ള ആദ്യത്തെ വീണ ജോർജിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നടത്തിയ പ്രകടനമെല്ലാം എന്തൊക്കെയാണ്? എത്ര പരിഹാസ്യമായിട്ടാണ്. പിന്നെ ശീലമായിക്കോളും. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ പ്രശ്നത്തെ അങ്ങേയറ്റം പരിഹാസ്യമായിട്ടാണ്. വീണ ജോർജിന്റെ പരിക്ക് രണ്ടാമത് എടുക്കാൻ നമുക്ക്. അങ്ങ് പറഞ്ഞത് മുഴുവൻ അവാസ്തവമാണ്. അങ്ങ് അവാസ്തവമല്ല പറയുന്നത്, ആക്ഷേപമാണ് പറഞ്ഞത് മുഴുവൻ. അങ്ങ് പറഞ്ഞത് മുഴുവൻ, അങ്ങ് ഇവിടെ പടക്കം പൊട്ടിച്ചത് മുഴുവൻ പരിഹാസമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എന്റെ മനുഷ്യത്വം ഒരൊറ്റ ഒരു അവാസ്തവം അങ്ങ് ചൂണ്ടിക്കാണിക്കണം. ആരോഗ്യമന്ത്രിയുടെ തികച്ചും സംസാരിച്ചത്, അല്ലാതെ അല്ല ആരോഗ്യമന്ത്രിയുടെ ചില ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം അങ്ങ് അതിനെ സംബന്ധിച്ച് നടത്തിയത് മുഴുവൻ ആക്ഷേപകരമാണ്. കെ കുറിച്ച് പറഞ്ഞതുപോലും ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. കൈയൊടിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി നെഞ്ചുപൊട്ടി കിടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തൊലിക്കെട്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. പക്ഷേ നെഞ്ചിൽ ഇത്ര വലിയ ലോഹക്കൂടുണ്ട് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. അതിപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോഴൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാരും പറയുകയില്ല. ഞാൻ പറഞ്ഞതിൽ അവാസ്തവമായി ഒന്നും വിലാസിപ്പിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ഇതിനെ അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഒരു നീക്കം നടന്നോ എന്നാണ് എന്റെ ചോദ്യം. ഈ കിഴങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ മതി. ഇവിടെ പരിക്കിന്റെ പരിഹാസമാണല്ലോ നടത്തിയത് മുഴുവൻ. നിങ്ങളുടെ ഇടയ്ക്കുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ വിശദീകരണമെല്ലാം പരിക്കിന്റെ പരിഹാസങ്ങളാണല്ലോ. അതൊക്കെ രണ്ടാമെടുക്കാം. നമുക്ക് പരിക്ക് അത്ര മാത്രം ഉണ്ടെന്ന്. സംഭവിച്ചെന്താ അവിടെ? നിങ്ങൾ ഒരു ദൃശ്യവും ഇല്ല എന്ന് പറയും. പോലീസുകാരുടെ നടുവിൽ നടന്നതിന് അവിടെ ഡ്രോൺ ക്യാമറ ഇല്ല ദൃശ്യം എടുക്കാൻ. കാരണം അവർ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഓൺലൈൻ ചാനലുകളും പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നൊരു ദൃശ്യമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവനത് മാറ്റി പറയും. അങ്ങ് പറഞ്ഞ ഏത് ദൃശ്യങ്ങളാണ്? ഞാനിപ്പോ തരട്ടെ. ആ ദൃശ്യം ഞാനിപ്പോ തരട്ടെ. ആ ദൃശ്യം തരട്ടെ. ആ ദൃശ്യം ഞാൻ അങ്ങനെ അയച്ചു തരാം. ഈ ചർച്ച തീരുന്നുണ്ട് അയച്ചു തരാം. കാത്തു നിൽക്കുന്നതും കേരളം കാണാൻ ദൃശ്യങ്ങളാണ്. അങ്ങ് അയച്ചിരിക്കണം. കേരളം കണ്ട ഞാൻ പറയാം. അപ്പം ഞാൻ കേരളം കാണാൻ ദൃശ്യങ്ങൾ അങ്ങ് അയച്ചു തരണം. അങ്ങ് എത്ര അയച്ചു തരണം? ഞാനത് സംപ്രേഷണം ചെയ്യും, ഉറപ്പായും സംപ്രേഷണം ചെയ്യും. അത് അയച്ചു തന്നിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും. എന്റെ പിന്നെ 8 മണിക്ക് മുമ്പ് അയച്ചു തരണം. ബാക്കി അതിനകത്ത് നടന്നത് ഡ്രോൺ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് പുറത്തു വരാൻ സാധ്യത. കാരണം പിന്നീട് മുഴുവൻ പോലീസ് കവറിംഗ് ആണ്. കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷക്കാരെയും മന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എല്ലാം 15 മിനിറ്റ് ആക്ഷേപിക്കാനുള്ള അങ്ങയുടെ സ്വാതന്ത്ര്യം മാത്രം ഞങ്ങൾ അനുവദിച്ചു തരാം. ബാക്കി ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ആ ഏർപ്പാട് വേണ്ട. പറഞ്ഞോളൂ. ഏർപ്പാട് വേണ്ട. ഇതിനകത്തൊക്കെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ വന്നിരിക്കൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ അയച്ചു തരാം. അല്ല അത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനാ? വീണ്ടും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുന്നതിനാ? ആ ഏർപ്പാട് വേണ്ട. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉളുക്കെന്ന് പറയും, പെടലിവെട്ട്. ഒരു സ്ത്രീ വല്ലാതെ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, അത്തരം ഒരാൾ അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് അവരെ തെറി വിളിക്കാൻ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പുറത്തു നിന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യം വരാം, സ്ത്രീ എന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം, അവരുടെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർ കൈകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാൻ നടക്കുന്നുണ്ട്, അവരതിനിടയിൽ CM-നെ ഫോൺ ചെയ്യുന്നുണ്ട്. അവരുടെ അസ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ്.